Hi everyone, welcome back to Learning Planet. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചൈനീസ് പഴഞ്ചൊല്ല് കേൾക്കാം. The best time to plant a tree was 20 years ago and the second best time is now. So this is the right time to take action. ഈ പഴഞ്ചൊല്ല് പറയുന്നത് ഒരു മരം വെച്ച് പിടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സമയം 20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമയമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പതിവ് കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് ചോദിച്ചു. ഇനി നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് എങ്ങനെയാണ് ഒരാളോട് ചോദിക്കുക. കഴിഞ്ഞ ദിവസം നീ എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്തിനാണ് ഇന്ന സ്ഥലത്ത് പോയത്? നിങ്ങൾ എപ്പോഴാണ് കഴിഞ്ഞ ദിവസം എത്തിയത്? കഴിഞ്ഞ ആഴ്ച നീ ആരെയാണ് പോയി കണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പതിവായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാണ് ചോദ്യങ്ങളാക്കുക, അതിന് ഉത്തരങ്ങൾ എങ്ങനെ പറയാം, നമ്മുടെ മനസ്സിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വേണം. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് ഇവിടെ ഇന്ന് എങ്ങനെയാണ് എത്തിയത് എന്ന് ആദ്യമായി കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ഇന്നലെ നീ എന്താണ് ചെയ്തത്? അപ്പം നമ്മൾ ഇന്നലെ എന്ത് ജോലി ചെയ്തു അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്തു, അതെന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ ആൻസർ പറയുമ്പോൾ നോക്കൂ, യു എപ്പോഴും ഐ എന്നാകുന്നു. അപ്പോഴങ്ങനെയാണല്ലോ വരിക. നീ ഇന്നലെ എന്താ ചെയ്തത്? അപ്പം ഞാൻ ഇന്നലെ ഇന്ന സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ ജോലി പൂർത്തിയാക്കി, ഇന്നലെ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഇവിടെ ഉത്തരം പറയുന്നത്. ഐ കംപ്ലീറ്റഡ് മൈ പ്രൊജക്റ്റ് യെസ്റ്റർഡേ. ഇപ്പോൾ കംപ്ലീറ്റ് എന്ന ഒരു പദത്തിൻ്റെ, ഒരു വേർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ് സത്യത്തിൽ അത്. കഴിഞ്ഞു പോയതായിട്ട് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റഡ് എന്നാവും. ഫിനിഷ് എന്നത് ഫിനിഷ്ഡ് എന്നാവും. കാൾ എന്നത് കാൾഡ് എന്നാവും. ആസ്ക് എന്നത് ആസ്ക്ഡ് എന്നാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തിയുടെ രണ്ടാമത്തെ ഒരു രൂപമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ നോക്കാം, അടുത്തൊരു ചോദ്യം നോക്കാം. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? എവിടെയാണ് നീ ഇന്നലെ പോയത്? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? സോ വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കൂ. ഐ വെൻറ്റ്. ഈ യു എന്നത് ഐ ആയി, പക്ഷേ ഗോ എന്നത് കഴിഞ്ഞു പോയൊരു സംഭവമായതുകൊണ്ട് അതിൻ്റെ അടുത്ത രൂപത്തെക്കുറിച്ച് ആലോചിക്കുക. ഗോ എന്നതിൻ്റെ അടുത്ത രൂപം പാസ് ഫോമാണ് വെൻറ്റ് എന്നത്. ഐ വെൻറ്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. ഐ വെൻറ്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. അപ്പോൾ ഇനി വേറെ എവിടെ പോയാലും ആ സ്ഥലമാണ് പറയുക. ഞാൻ ഇന്നലെ കോഴിക്കോട് പോയി, ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയി എന്നപ്പോൾ എങ്ങനെ പറയും? ഐ വെൻറ്റ് ടു മൈ ഹോം യെസ്റ്റർഡേ. ഐ വെൻറ്റ് മൈ ഹോം യെസ്റ്റർഡേ. ഇനി അതല്ല, ഞാൻ ഇന്നലെ മാർക്കറ്റിലേക്കാണ് പോയതെങ്കിൽ ഐ വെൻറ്റ് ടു മാർക്കറ്റ് യെസ്റ്റർഡേ. ഓക്കെ, ഞാൻ ഇന്നലെ കൊച്ചിയിലേക്കാണ് പോയതെങ്കിൽ ഐ വെൻറ്റ് ടു കൊച്ചി യെസ്റ്റർഡേ. ഇങ്ങനെ പറയും. അടുത്ത ഒരു ചോദ്യം നോക്കൂ. വെൻ ഡിഡ് യു റീച്ച് ഹോം? എപ്പോഴാണ് നീ വീട്ടിൽ എത്തിയത്? എപ്പോഴാണ് നീ വീട്ടിൽ എത്തിയത്? അപ്പോൾ നമ്മൾ നോക്കണം. വെൻ ഡിഡ് യു എന്നുള്ളത് ഇവിടെ ഐ എന്നായി. ഐ റീച്ച്ഡ്, ഇവിടെ റീച്ച് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യമായതുകൊണ്ട് ഞാൻ എത്തിച്ചേർന്നു. ഐ റീച്ച്ഡ് ഹോം അറ്റ് 5 PM. വെൻ ഡിഡ് യു റീച്ച്? അപ്പോൾ നീ എപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതെന്ന് എങ്ങനെ പറയണം? വെൻ ഡിഡ് യു റീച്ച് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ? വെൻ ഡിഡ് യു റീച്ച് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ? അങ്ങനെ ഏത് വേണമെങ്കിലും പറയാം. വെൻ ഡിഡ് യു റീച്ച് അറ്റ് ദ മാർക്കറ്റ്? വെൻ ഡിഡ് യു റീച്ച് അറ്റ് ദ ഹോസ്പിറ്റൽ? അപ്പോൾ അങ്ങനെ ഒരു പൊതുവായിട്ട് എല്ലാവർക്കും ചെന്ന് കയറാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു പൊതുസ്ഥലം എന്ന നിലയ്ക്ക് നമ്മൾ അറ്റ് ചേർത്തിട്ട് പറയാം സ്ഥലങ്ങളെയൊക്കെ. ഓക്കെ, ലെറ്റ്സ് ചെക്ക് അതർ എക്സാമ്പിൾസ്. ഹൗ മച്ച് ഡിഡ് യു പേ? ഹൗ മച്ച് എന്ന് മാത്രം കാണുകയാണെങ്കിൽ അത് എത്ര രൂപ എന്നായിരിക്കും. പക്ഷേ നമ്മൾ ഹൗ മച്ച് റൈസ് എന്നോ, ഹൗ മച്ച് ടൊമാറ്റോ, ഹൗ മച്ച് വെജിറ്റബിൾസ് ഓർ ഹൗ മച്ച് റൈസ്
ഷുഗർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു സാധനത്തിൻ്റെ വസ്തുവിൻ്റെ അളവായിരിക്കും, തൂക്കമായിരിക്കും ഉദ്ദേശിക്കുക. നമ്മൾ നോർമലി ഹൗ മച്ച് എന്ന് മാത്രം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് രൂപയായിരിക്കും കണക്കാക്കുന്നത്. സോ ഹൗ മച്ച് ഡിഡ് യു പേ, നീ എത്ര രൂപയാണ് അടച്ചത്. ഇപ്പോൾ ആൻസർ വരുന്നത് എവിടെ നിന്നാണ്? ഈ യു എന്നതാണ് ആൻസർ വരുന്ന സ്ഥലം. ബാക്കിയൊന്നും നമുക്കിതിന് പ്രാധാന്യമില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ യു എന്നത് ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഐ എന്നായി. പക്ഷേ പേ എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് കഴിഞ്ഞ കാലത്തെ ഒരു കാര്യം, കഴിഞ്ഞ സമയമാണ് നമ്മൾ ചോദിക്കുന്നത്. നീ എത്ര രൂപയാണ് അടച്ചത്, അടയ്ക്കാറെന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐ പെയ്ഡ് 3000 rupees. ഐ പെയ്ഡ് 3000 rupees. ഇങ്ങനെയാണ് പറയുക. അടുത്തത് ഹൗ ലോങ്. നമ്മളത് കേൾക്കുമ്പം എത്ര സമയമെന്നാണ് ചിന്തിക്കേണ്ടത്, ദൂരത്തെ ചിന്തിക്കുന്നില്ല, ലെങ്ത്തിനെ കാണിക്കുന്നില്ല. ഹൗ ലോങ് ഡിഡ് യു വർക്ക് ഇൻ ദ ഫാക്ടറി. നീ എത്ര സമയമാണ്, എത്ര നേരമാണ് ഫാക്ടറിയിൽ ജോലി ചെയ്തത്. ഇപ്പം നമുക്കെന്ത് പറയാം? ഐ വർക്ക് 6 hours ഇൻ ദ ഫാക്ടറി. ഐ വർക്ക്ഡ്. ഇവിടെ കണ്ടില്ലേ, എത്ര നേരമാണ് ജോലി ചെയ്യുന്നത് എന്നല്ല, ചെയ്തത്. അപ്പം നമ്മൾ ഡിഡ് വരുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യം വരുന്നു, ഡു ഡസ് വരുമ്പോൾ പതിവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഐ വർക്ക്ഡ് 6 hours ഇൻ ദ ഫാക്ടറി. 6 മണിക്കൂറാണ് ഞാൻ ജോലി ചെയ്തത്. അടുത്ത നോക്കൂ, ഹോം ഡിഡ് യു മീറ്റ് ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച നീ ആരെ, ആരെ എന്ന പദമാണ് ഹോം. ഹോം ഡിഡ് യു മീറ്റ് ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച നീ ആരെയാണ് കണ്ടുമുട്ടിയത്. സുഹൃത്തിനോട് ചോദിക്കുകയാണ് അല്ലേ. ഒരു ആളുടെ പേര് ഷാജി എന്നാണ്. ഹായ് ഷാജി, ഹോം ഡിഡ് യു മീറ്റ് ലാസ്റ്റ് സൺഡേ. ഹോം ഡിഡ് യു മീറ്റ് ലാസ്റ്റ് സൺഡേ. ഐ മെറ്റ്. മീറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് മെറ്റ്. സോ മെറ്റ് ഇസ് എ പാസ്റ്റ് ഫോം ഓഫ് ദ വേർഡ് മീറ്റ്. അപ്പം നമുക്ക് ഐ മെറ്റ് മൈ അങ്കിൾ ലാസ്റ്റ് സൺഡേ. നമ്മളിനി വേറെ ആരെങ്കിലും കണ്ടെങ്കിൽ ഐ മെറ്റ് മൈ ബ്രദർ, ഐ മെറ്റ് മൈ ക്ലാസ്മേറ്റ്, ഐ മെറ്റ് വൺ മിസ്റ്റർ ജോൺ. ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉത്തരമായിട്ട് പറയാം. ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ. വെൻ ഡസ് ഷീബ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദ കിച്ചൺ. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച പ്രസൻറ്റ്. ഒരാളുടെ പതിവ് പറയുന്നു. എപ്പോഴാണ് ഷീബ അടുക്കളയിൽ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നത്? ആരംഭിക്കാറ്. ഷീബ എപ്പോഴാണ് അടുക്കളയിൽ ജോലി ചെയ്യാൻ ആരംഭിക്കാറ് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്? എന്നാലിത് പാസ്റ്റിൽ വരുമ്പോൾ ചോദ്യം നോക്കൂ, വെൻ ഡിഡ് ഷീബ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദ കിച്ചൺ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഡസ് വന്നു, ഇവിടെ ഡിഡ് വന്നു. പക്ഷേ ആൻസറിൽ വ്യത്യാസമുണ്ട്. ഷീബ സ്റ്റാർട്ട്സ് വർക്കിംഗ് ഇൻ ദ കിച്ചൺ. ഒരാളെ പതിവായി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട്സ് എന്നാക്കി. ഇതാണ് മെയിൻ വേർബ്. ഷീബ സ്റ്റാർട്ട്സ് വർക്കിംഗ് ഇൻ ദ കിച്ചൺ അറ്റ് 5 AM. ഷീബ 5 മണിക്കാണ് അടുക്കളയിൽ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നത്. ഓക്കെ, ഇതേ ചോദ്യം തന്നെയാണ് കഴിഞ്ഞതായിട്ട് പറയുന്നത്. വെൻ ഡിഡ് ഷീബ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദ കിച്ചൺ. എപ്പോഴാണ് ഷീബ അടുക്കളയിൽ ജോലി ആരംഭിച്ചത്? അപ്പോൾ എപ്പോഴാണ് ആരംഭിച്ച് കഴിഞ്ഞത് എപ്പോഴാണെന്നാണ്. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, കഴിഞ്ഞതാണ് ചോദിക്കുന്നത്. ഷീബ സ്റ്റാർട്ടഡ്. ഇപ്പം നമ്മുടെ ചോദ്യത്തിൽ ഡിഡ് കണ്ടു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാര്യമാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കി. ഇപ്പോൾ കഴിഞ്ഞ സംഭവമായിട്ട് പറയുമ്പോൾ സ്റ്റാർട്ട് എന്നുള്ള വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ചേർന്നു. ഷീബ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദ കിച്ചൺ അറ്റ് 5 AM. ഷീബ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദ കിച്ചൺ അറ്റ് 5 AM. ഓക്കെ, നമ്മളിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പതിവായി വരുന്ന കാര്യങ്ങൾ, ആവർത്തിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാനും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചോദിക്കാനും ചോദ്യങ്ങളിൽ എന്ത് വ്യത്യാസങ്ങൾ വരുത്തണം. ഒരാൾ പതിവായി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. നിങ്ങൾ എവിടെയാണ് പോകുന്നത്? വേർ ഡു യു ഗോ. വേർ ഡു യു ഗോ. നിങ്ങൾ എവിടെ പോയി? വേർ ഡിഡ് യു ഗോ. ഇതാണ് വ്യത്യാസം. പക്ഷേ ഉത്തരം പറയുന്ന ആൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി പറയുകയാണെങ്കിൽ അദ്ദേഹം പറയും ഐ ഗോ ടു മൈ ഓഫീസ്. പ്രസൻറ്റിൽ വേർ ഡു യു ഗോ, ഐ ഗോ ടു മൈ ഓഫീസ്. ആൻഡ് വേർ ഡിഡ് യു ഗോ, ഐ വെൻറ്റ് ടു മൈ ഓഫീസ്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഡിഡ് എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യനാണ് പറയുക. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്താണ് വാങ്ങിച്ചത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ അല്ലെങ്കിൽ നീ എന്താണ് വാങ്ങിച്ചത്? നിങ്ങൾ, നീ എല്ലാത്തിനും യു ആണ്. അപ്പോൾ എന്ത്? വാട്ട് ഡിഡ് യു ബൈ യെസ്റ്റർഡേ. വാട്ട് ഡിഡ് യു ബൈ യെസ്റ്റർഡേ. അപ്പോൾ ആൾ പറയുകയാണ് ഞാനൊരു ഫോൺ വാങ്ങിച്ചു, ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ഐ ബോട്ട്. ബൈ എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഐ ബോട്ട് എ മൊബൈൽ ഫോൺ. ഐ ബോട്ട് എ മൊബൈൽ ഫോൺ ഫോർ മൈ സൺ. ഞാൻ എൻ്റെ മകന് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അപ്പം നമ്മൾ സുഹൃത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു കോൺവെർസേഷൻ സ്റ്റൈൽ. ഹായ് മാൻ, വാട്ട് ഡിഡ് യു ബൈ? വാട്ട് ഡിഡ് യു ബൈ ലാസ്റ്റ് ഡേ?
I bought a mobile phone for my son. I bought a mobile phone for my son. I bought a mobile phone for my son. അങ്ങനെ മെല്ലെ പറഞ്ഞാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം വരും, അതിന് എത്ര രൂപയായി? സോ how much did you pay for it? How much did you pay for the phone? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, I paid 15,000 rupees for it. I paid 15,000 for the phone. I paid 15,000. ഇങ്ങനെയായിരിക്കും പറയുക. വേറൊരു സാഹചര്യത്തിൽ ഒരു സിനിമയെക്കുറിച്ചായിരിക്കും ആൾ ചോദിക്കുക. സോ വിച്ച് ഫിലിം ഡിഡ് യു സീ? വിച്ച് ഫിലിം ഡിഡ് യു സീ ഓർ ഡിഡ് യു വാച്ച്? അപ്പം അദ്ദേഹം സ്വാഭാവികമായിട്ട് ആൻസർ പറയാം, ഐ സോ ദ ഫിലിം. ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ മതി. എന്നിട്ട് ഐ സോ ദ ഫിലിം, ആ സിനിമയുടെ പേരാണ് നമ്മളവിടെ ചേർക്കേണ്ടത്. ഐ സോ ദ ഫിലിം ARM, അങ്ങനെ ഒരു സിനിമയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നു, ഐ വാച്ച് ദ ഫിലിം ARM. അപ്പോൾ കാണുക എന്ന അർത്ഥത്തിൽ നമ്മൾ വിച്ച് ഫിലിം ഡിഡ് യു സീ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ചോദ്യങ്ങളൊക്കെ പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ താല്പര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഡൂ ഡസും പതിവിലാണ് പറയുക. ഒരാളുടെ കാര്യങ്ങൾ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഡസ് പറയണം. അവൻ എന്താണ് എഴുതുന്നത്? What does he write? What does he write? What does he write? He writes stories. He writes stories. And what did he write? അവൻ എന്താണ് എഴുതിയത്? He wrote story. He wrote story or stories. അവൻ എഴുതി എന്ന് പറയണം. അപ്പം ഒരു സ്ഥലത്ത് ഡസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ് ചേർത്ത് പറയുന്നു. എന്നാൽ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഡിഡ് ചേർത്തിട്ടാണ് പറയുന്നത്. ഇത് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എന്താണോ, നിങ്ങളുടെ മനസ്സിലേക്ക് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയാണ് നീ ഇരിക്കുന്നത്? എവിടെ പോകാനാണ് നീ പദ്ധതിയിടുന്നത്? നീ എവിടെയാണ് പോയത്? നീ ഏത് സ്ഥലമാണ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചത്? അതുമാത്രം ഞാൻ ഒന്നുകൂടെ പറയാം. നീ ഏത് സ്ഥലമാണ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചത്? വിച്ച് പ്ലേസ് ഡിഡ് യു വിസിറ്റ് ലാസ്റ്റ് ഡേ? വിച്ച് പ്ലേസ് ഡിഡ് യു വിസിറ്റ് ലാസ്റ്റ് ഡേ? കഴിഞ്ഞ ദിവസം നീ ഏത് സ്ഥലമാണ് സന്ദർശിച്ചത്? അപ്പോൾ ഞാനെങ്ങനെ ഉത്തരം പറയും? ഐ വിസിറ്റഡ് കുമരകം ലാസ്റ്റ് ഡേ. ഐ വിസിറ്റഡ് കുമരകം ലാസ്റ്റ് ഡേ. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അതും കൂടെ നമ്മൾ ചിലപ്പോൾ പറയും, ഐ വിസിറ്റഡ് കുമരകം ലാസ്റ്റ് ഡേ ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ്. യു ക്യാൻ ഓൾസോ വിസിറ്റ്. അപ്പോൾ നമുക്കിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇത് കൂടുതൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഇത് നന്നായി പഠിക്കാനും മികച്ച ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളായിട്ട് മാറാനൊക്കെ അവസരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.